പൈനാപ്പിളും കസ്റ്റാർഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടെ ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങളുണ്ട്. ഈ പൈനാപ്പിളിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ഈ പൈനാപ്പിളിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ പൈനാപ്പിളിൽ നല്ല പോലെ മധുരമൊക്കെ പിടിച്ച് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഞാൻ അടച്ചു വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്താണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കി എടുക്കേണ്ടത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ക്രീമിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ പുഡിങ്ങിനായിട്ട് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കേക്കിനൊന്നും ബീറ്റ് ചെയ്യുന്ന അത്ര തന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാ ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയാൽ മതി. ഇനി ഈ ക്രീമിനെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. കസ്റ്റാർഡ് മിൽക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിനെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇതിൽ നിന്നും കുറച്ച് പാല് മാറ്റി വെക്കാം. ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ച പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുക്കായി വരണം. ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, അധികം കട്ടിയാവരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കുറച്ച് ബ്രെഡ് അരികെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം, വേവിച്ചെടുത്ത പൈനാപ്പിൾ, കസ്റ്റാർഡ് മിൽക്ക്, ഞാൻ കുറച്ച് ജാം എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഇനി പുഡിങ്ങിനെ ലെയർ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഈ ട്രേയിൽ ആദ്യം ഒന്ന് പൈനാപ്പിൾ ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ജാം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിലും നല്ല ഫ്ലേവറുള്ള പുഡിംഗ് തന്നെ കിട്ടും. ഇനി അരികെ കളഞ്ഞെടുത്തിട്ടുള്ള ബ്രെഡ് കസ്റ്റാർഡ് മിൽക്കിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുക്കണം. ബ്രെഡ് കസ്റ്റാർഡ് മിൽക്കിൽ നന്നായി തന്നെ ഒന്ന് മുക്കിയെടുക്കണം. ഗ്യാപ്പില്ലാത്ത വിധം നിരത്തി കൊടുക്കുക. ഈ ബ്രെഡിന് മുകളിലായിട്ട് പൈനാപ്പിളിൻ്റെ ഒരു ലെയറാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് കുറച്ച് പൈനാപ്പിൾ നിരത്തി കൊടുക്കണം. ഇതിന് മുകളിൽ കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ കാഷ്യൂ, ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇതും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കണം. ഇനി ഈ ക്രീമിനെ ഒന്ന് നിരത്തി കൊടുക്കണം. ഇപ്പോൾ ഈ ക്രീമിൻ്റെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ചെയ്തെടുക്കുക. ബ്രെഡ് കസ്റ്റാർഡ് മിൽക്കിൽ മുക്കിയെടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക. ഞാനിവിടെ 13 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരും. ബാക്കിയുള്ള കസ്റ്റാർഡ് മിൽക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്കായി ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് നന്നായി തന്നെ കസ്റ്റാർഡ് മിൽക്കിൽ കുതിർന്ന് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് മുകളിലായിട്ട് പൈനാപ്പിളിൻ്റെ ഒരു ലെയർ നിരത്തി കൊടുക്കണം. നട്ട്സ് വിതറിയതിന് ശേഷം ക്രീമിൻ്റെ ലെയർ നിരത്തി കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ സൈഡ്സിലൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജാം ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ പുഡിങ്ങിനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കണം. ഒരു 5-6 മണിക്കൂറൊക്കെ തണുപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 8 മണിക്കൂറിന് ശേഷമാണ് ഫ്രിഡ്ജിൽ നിന്നും പുഡിങ്ങിനെ പുറത്തെടുത്തിട്ടുള്ളത്.
ഇനി ഈ പുഡിങ്ങിനെ പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. പൈനാപ്പിളും വിപ്പിംഗ് ക്രീമും കസ്റ്റാർഡ് മിൽക്കൊക്കെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. ലെയറുകളോട് കൂടിയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഒരു കേക്ക് പുഡിങ്ങൊക്കെ കഴിക്കുന്ന ഫീലാണ് ഇതിനുണ്ടാവുക. ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും തന്നെ ഈ പുഡിങ്ങിന് ആവശ്യമില്ല. ഇങ്ങനെ ഈ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സെബീസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.